BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വാരപ്പെട്ടിയിൽ വായനാ മാസാചരണ സമാപനവും പ്രമുഖ വ്യക്തികൾക്ക് ആദരവും ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണവും നടത്തി. ലയൺസ് ക്ലബ്ബ് കഞ്ഞിക്കുഴി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും കുടുംബ സംഗമവും നടത്തി. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് തുടക്കമായി. ഭാരതസഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൺസാമയുടെ അനുഗ്രഹ സന്നിധിയായ ഭരണജ്ഞാനത്തെ കബറിടത്തിലേക്ക് വിശ്വാസികൾ പ്രവഹിക്കുകയാണ്. വാർത്തകൾ വിശദമായി. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. സിൽവർ ഹിൽ സിനിമാസിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഫിലിം ഡെസ്റ്റിനേഷനാണ്. നാളെ വരെ ഏതാണ്ട് 600-ൽ പരം സിനിമകൾ എന്തെങ്കിലുമൊക്കെ പാർട്ട് തൊടുപുഴയിൽ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ദൃശ്യം സിനിമ 3 തൊടുപുഴയാണ്, വഴുത്തലയാണ് വീടിന്റെ തൊട്ടടുത്ത 2 കിലോമീറ്റർ അപ്പുറമാണ് വീട്. വെള്ളിമൂങ്ങ സിനിമ കൊടുകുത്തി മലയിലാണ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മോഹൻലാലൊക്കെ എപ്പോഴും ഇവിടെ നമ്മുടെ 3 ലിറ്റർ താമസിച്ചാണ് ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് തൊടുപുഴയിൽ നമുക്കറിയാം ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു പാക്കപ്പ് ചെയ്ത് പോയാൽ ചെന്നൈയോ കൊച്ചിയിലൊക്കെ പോയാലാണ് മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, അതിലെ സ്ക്രിപ്റ്റിന്റെ എഡിറ്റിങ്ങും ഡബിങ്ങും തുടങ്ങി ഒരു റിലീസ് ചെയ്യുന്ന വരെയുള്ള പ്രോസസ് എല്ലാം നടക്കുന്നത് മറ്റു സ്ഥലങ്ങളില്ല. നമുക്ക് തൊടുപുഴയിൽ എന്തുകൊണ്ട് ഒരു ഷൂട്ടിംഗ് ഫ്ലോർ 44 ആണ് സെറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, കൊച്ചിയിലേക്ക് അതിനുള്ള ഒത്തിരി പരിമിതികളുണ്ടെന്ന് ചോദിക്കുന്നു, തികയുന്നില്ല അവർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഒരു ഷൂട്ടിംഗ് ഫ്ലോറും അതുപോലെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോ, ഡബിംഗ് സ്റ്റുഡിയോ, ഫിലിം ആൻഡ് നോളജ് സിറ്റി എന്നാണ് ഈ പ്രോജക്റ്റ് പേരിട്ടിരിക്കുന്നത്. നോളജ് എന്ന് പറയുമ്പോൾ വൈ നോട്ട്
പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഈ മേഖലയിലുള്ള വിദഗ്ധരെ പരിശീലനം ചെയ്തെടുക്കുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ബെർക്ക്ലി സ്കൂൾ ഓഫ് മ്യൂസിക്, സദേൺ കാലിഫോർണിയ കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സ്, അങ്ങനെ കുറെ ലോക വിശ്വവിഖ്യാതമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഓഫ് ക്യാമ്പസ് ഈ പുതിയ സർക്കാരിന്റെ നയത്തിൽ പറഞ്ഞിട്ടുണ്ട് വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസ് കേരളത്തിൽ തുടങ്ങുന്നുള്ളത്. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ തിരക്കഥാകൃത്ത് ദിലീഷ് നായർ, FFSA റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി V ജയചന്ദ്രൻ എന്നിവരും പ്രസംഗിച്ചു. ഫിലിം സൊസൈറ്റിയും വെസ്റ്റേൺ ഗാർഡ് പ്രൊഡക്ഷൻസും ചേർന്ന് സംഘടിപ്പിക്കുന്ന തിരക്കഥാ ശില്പശാലയുടെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് ജർമ്മൻ ചലച്ചിത്രമായ ആംറൂം, അമേരിക്കൻ സിനിമയായ ബീറ്റ്സ് ഓഫ് ദ സദേൺ വൈൽഡ് എന്നിവ പ്രദർശിപ്പിച്ചു. ജൂലൈ 23 വ്യാഴാഴ്ച വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകിട്ട് 2 പ്രദർശനങ്ങളോടെയാണ് മേള നടത്തുന്നത്. മേളയുടെ 2ാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് 5:45 ഫിഫയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ബ്രിട്ടീഷ് ചലച്ചിത്രം ഗോൾ ദ ഡ്രീം ബിഗിൻസ് പ്രദർശിപ്പിക്കും. രാത്രി 8:15 ചൈനീസ് സിനിമ ലൈറ്റിംഗ് അപ്പ് ദ സ്റ്റാർസ് പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉടുമ്പന്നൂർ ലയൺസ് ക്ലബിന്റെ ഇൻസ്റ്റാളേഷനും പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷനും നടന്നു. ചടങ്ങിന് പാസ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ്, GMD കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഉടുമ്പന്നൂർ ലയൺസ് ക്ലബിന്റെ ഇൻസ്റ്റലേഷനും പുതിയ 9 മെമ്പർമാരുടെ ഇൻഡക്ഷനും സംഘടിപ്പിച്ചു. ഉടുമ്പന്നൂർ റോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് മുൻ ലയൺസ് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ്, GMD കോർഡിനേറ്റർ അനി മനോജ്, സോൺ ചെയർപേഴ്സൺ പീറ്റർ പോൾ, റീജിയൻ ചെയർപേഴ്സൺ അനിൽകുമാർ CC എന്നിവർ നേതൃത്വം നൽകി. ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റുകളായി വിശക്കുന്നവർക്ക് ഒരു നേരം സൗജന്യ ആഹാരം നൽകുന്ന സുഭിക്ഷം പ്രോജക്ട്, പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ ബാഗ് വിതരണം, വിവിധ ചാരിറ്റി പ്രോജക്റ്റുകൾ എന്നിവ പ്രഖ്യാപിച്ചു. ചടങ്ങിൽ 2025-26 വർഷത്തെ പ്രസിഡന്റ് PT ഷിബോ, സെക്രട്ടറി TG മോഹനൻ, ട്രഷറർ ലിൻസൺ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. പുതിയ പ്രസിഡന്റായി KA ഷാജി, സെക്രട്ടറിയായി KP അനിൽകുമാർ, ട്രഷററായി സണ്ണി ജോൺ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കോതമംഗലം മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വാരപ്പെട്ടിയിൽ വായനാ മാസാചരണ സമാപനവും പ്രമുഖ വ്യക്തികൾക്ക് ആദരവും ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണവും നടത്തി. റിട്ടയർഡ് DFO S ഉണ്ണികൃഷ്ണൻ IFS ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വാരപ്പെട്ടിയിൽ വായനാ മാസാചരണ സമാപനവും പ്രമുഖ വ്യക്തികൾക്ക് ആദരവും ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണവും നടത്തി. പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്ക് വാരപ്പെട്ടി ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് DFO S ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ്, മണിപ്പൂർ, അവിടെയൊക്കെ ട്രൈബൽസ്, അവരെ സംബന്ധിച്ച് അവരെ ശരിക്കും മുന്നോട്ട് കൊണ്ടുവരുന്നത് ധാരാളം പേരുണ്ട്, നല്ല കളിക്കാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്കൊക്കെ എക്സലൻ്റ് ആയിട്ടുള്ള ടാലൻസ് അവർക്കുണ്ട്. മറ്റ് പല പ്രത്യേക ശേഷിയുള്ള പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളിലെല്ലാം കുറേ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഉദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് തുക വാങ്ങിച്ചുകൊണ്ട് ഓരോ കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ട് അവർക്ക് തന്നെ അയച്ചു കൊടുക്കും. ഓരോരുത്തരെ കൊണ്ട് ഓരോ കുട്ടികളെ ഏറ്റെടുപ്പിക്കുക. നമുക്കറിയാവുന്ന കുറച്ച് കുട്ടികളെ 10 കുട്ടികളിൽ 4-5 കുട്ടികളായിരിക്കും നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ 5 ഉദ്യോഗസ്ഥരെ എഴുതിയിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്ന ദിവസം ഒരു തുക ആ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു കൊടുക്കും. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജാസ് ഇറക്കൽ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണോദ്ഘാടനം നടത്തി. കോതമംഗലം മതമൈത്രി സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോതമംഗലം ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, പോത്താനിക്കാട് റീജിയണൽ റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് MM അലിയാർ, സെക്രട്ടറി ഷിഹാബ്, മിൽമ ഡയറക്ടർ ബോർഡ് അംഗം PS നജീബ്, ഫൗണ്ടേഷൻ ചെയർമാൻ ലത്തീഫ് കുഞ്ചാട്ട്, സെക്രട്ടറി PM ഷംജൽ, ഉപദേശക സമിതി അംഗം AD മധുസൂദനൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പോത്താനിക്കാട് റീജിയണൽ റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, വാരപ്പെട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ, അജ്മി ഡിസ്ട്രിബ്യൂട്ടർ AM അനിൽകുമാർ, ഡ്രീംസ് ജോബ് കൺസൾട്ടൻസി ചെയർമാൻ അലി പൊന്നപ്പാല, KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗണേഷ് കുമാർ PG, സിൻസിയർ കാറ്ററിംഗ് പ്രൊപ്പറേറ്റർ ബിജു എലിയാസ്, നിസാർ കുന്നേക്കുടി, ലബാസ് ഗോൾഡ് ആൻഡ് സിൽവർ പ്രൊപ്പറേറ്റർ അബ്ദുൾ സത്താർ CA, ലേൺലി എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെജി വാരിക്കാട്ട് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകങ്ങളും വിതരണം ചെയ്തു. വാരപ്പെട്ടി പഞ്ചായത്ത് ഹരിതസേന അംഗങ്ങൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ലയൺസ് ക്ലബ്ബ് കഞ്ഞിക്കുഴി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും കുടുംബ സംഗമവും നടന്നു. കഞ്ഞിക്കുഴി ലയൺസ് ഹാളിൽ നടന്ന പരിപാടിയിൽ RG ബാലസുബ്രഹ്മണ്യം മുഖ്യാതിഥിയായി പങ്കെടുത്തു. കഞ്ഞിക്കുഴി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്ട് ഉദ്ഘാടനവും കുടുംബ സംഗമവും നടന്നു. ചാപ്റ്റർ പ്രസിഡന്റ് സിബി ആർക്കാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ
PMJF RG ബാലസുബ്രഹ്മണ്യം പുതിയ ഭാരവാഹികളെ ഇൻസ്റ്റാൾ ചെയ്തു. പ്രസിഡന്റായി KV രാജു, സെക്രട്ടറിയായി റേസൻ KC, ട്രഷററായി കുരുവിള MTAയും ലേഡീസ് ഫോറം പ്രസിഡന്റായി ലീന രാജു, സെക്രട്ടറി ഓഷിൻ ജോൺ, സീന റോബിൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഈ വർഷം 3 സ്നേഹഭവനം നിർമ്മിച്ചു നൽകുവാനും ക്യാൻസർ രോഗികൾക്ക് 10,000 രൂപയും ഹൃദയ സംബന്ധമായ രോഗികൾക്ക് 20,000 രൂപയും ധനസഹായം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എംപതൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ എംപതൈസ് ചെയ്യാൻ തുടങ്ങിയാൽ definitely compassion automatically happens, because once you start empathizing, then you decide that a particular amount of mind which has made me a person in the society can be definitely be shared to the persons who are downtrodden and for their upliftment. ആര് വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴാണ് കമ്പാഷൻ വരിക. കമ്പാഷൻ വന്നു കഴിഞ്ഞാൽ സർവീസ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സാംസൺ തോമസ് MJF മുഖ്യപ്രഭാഷണം നടത്തി. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് കമ്മിറ്റി അംഗം ജെയിൻ അഗസ്റ്റിൻ പദ്ധതി വിശദീകരണം നടത്തി. ഡിസ്ട്രിക്ട് സെക്രട്ടറി AP ബേബി, റീജിയൻ ചെയർപേഴ്സൺ പ്രവീൺ കുമാർ, ബെന്നി മാത്യു, ഷിജോ തടത്തിൽ, KN മുരളി, പൊന്നുണ്ണി, MS സന്തോഷ്, ടോമിച്ചൻ KJ, സനീഷ് ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് പുതിയ അംഗങ്ങളെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലാംഗ്വേജ് ട്രെയിനിംഗ് രംഗത്ത് 13 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമിയുടെ തൊടുപുഴ ബ്രാഞ്ചിൽ ജർമ്മൻ ടെൽക് എക്സാമിന്റെ കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. വളരെ വിശാലമായ കമ്പ്യൂട്ടർ ലാബാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പീച്ചാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ലാംഗ്വേജ് ട്രെയിനിംഗ് രംഗത്ത് 13 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമിയുടെ തൊടുപുഴ ബ്രാഞ്ചിൽ ജർമ്മൻ ടെൽക് എക്സാമിന്റെ കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ജർമ്മൻ ടെൽക് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. ജർമ്മന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ് ടെൽക് എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ B2 എക്സാമിന് നല്ല സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. അതിന് ഉപകരിക്കുന്ന രീതിയിൽ വളരെ വിശാലമായ കമ്പ്യൂട്ടർ ലാബാണ് മെഡ്സിറ്റി തൊടുപുഴയിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലാകെ 25 ബ്രാഞ്ചുകളാണ് മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമിക്കുള്ളത്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പീച്ചാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മെഡ്സിറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മനോജ് മാത്യു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിമി P. ജോസി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സംഗീത ഗോപി, ജനറൽ മാനേജർ ഷാരു ജോസഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിംഗ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവടു ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജ് ഏട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് തുടക്കമായി. ഭാരതസഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൻസാമയുടെ അനുഗ്രഹ സന്നിധിയായ ഭരണജ്ഞാനത്തെ കബറിടത്തിലേക്ക് വിശ്വാസികൾ പ്രവഹിക്കുകയാണ്. തിരുനാൾ ആഘോഷങ്ങൾക്ക് സഭാ മേലധ്യക്ഷന്മാർ നേതൃത്വം നൽകും. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് തുടക്കമായി. ഭാരതസഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൻസാമയുടെ അനുഗ്രഹ സന്നിധിയായ ഭരണജ്ഞാനത്തെ കബറിടത്തിലേക്ക് ആയിരക്കണക്കായ വിശ്വാസികൾ പ്രവഹിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അണയിക്കണമേ. എനിക്ക് എത്ര മനോവേദന ഉണ്ടായാലും ഞാൻ ആ വേദന ഈശോയുടെ തിരുഹൃദയം മുറിവിൽ. തിരുനാളിന്റെ ഭാഗമായി വിവിധ സഭാക്രമങ്ങളിൽ വിശുദ്ധ കുർബാനയും എല്ലാ ദിവസവും വൈകിട്ട് ജപമാല പ്രദക്ഷിണവും നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് സഭാ മേലധ്യക്ഷന്മാർ നേതൃത്വം നൽകും.
19 ഞായറാഴ്ച ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ 28 ചൊവ്വാഴ്ച അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സെച്ചസ് റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ഏഴല്ലൂർ തയ്യിൽ TC ലൂക്ക നിര്യാതനായി. 81 വയസ്സായിരുന്നു. മികച്ച അധ്യാപക അവാർഡ് ജേതാവും മികച്ച അധ്യാപകനുമായിരുന്നു. ഇടുക്കി കോതമംഗലം രൂപത ഒന്നിച്ചു നിൽക്കുമ്പോൾ കോതമംഗലം രൂപതയിലെ മികച്ച അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കരിമളൂർ, കലേന്താനി, ഉപ്പുതോട്, തൊടുപുഴ എന്നീ സ്കൂളുകളിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും മെമ്പറായും പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് ഏഴല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് 4-ന് ഭവനത്തിൽ കൊണ്ടുവരും. ഭാര്യ അന്നക്കുട്ടി, കലൂർ കാരക്കുന്നിൽ കുടുംബാംഗം. മക്കൾ ദീപ, സ്മിത, നിഖിൽ. മരുമക്കൾ മെജോ, പാറക്കൽ, കാഞ്ഞൂർ. സജി, പ്ലാക്കൂട്ടം, വെള്ളിക്കുളങ്ങര. രോഹിത, കിഴക്കേക്കര, പാല. ഇല്ലജാരി പഞ്ചായത്ത് LP സ്കൂൾ അധ്യാപികയായിരുന്ന KC മേരി നിര്യാതയായി. 84 വയസ്സായിരുന്നു. തൊടുപുഴ നടുക്കണ്ടം തോട്ടുങ്കൽ പറമ്പിൽ TO ഫിലിപ്പിന്റെ ഭാര്യയാണ്. പരേത മ്രാല കൊന്നക്കൽ കുടുംബാംഗമാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് ചുങ്കം പഴയ പള്ളിയിൽ ആരംഭിച്ച ചുങ്കം സെന്റ് മേരീസ് സ്നാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിൽ. മക്കൾ ജോസ്, ജിജിമോൾ, ജിനിമോൾ, ലിറ്റിൽ ഫ്ലവർ. മരുമക്കൾ ത്രേസ്യാമ്മ തോമസ്, കപ്പക്കാലായിൽ, കോതനല്ലൂർ. ബെന്നി ജോർജ്, പടയിഞ്ചിയിൽ, പിറവം. ജോയ് ജോൺ, പാണാലിക്കൽ, പിറവം. സാലസ് ചാക്കോ, മുളയിങ്കൽ, ചുങ്കം. ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 10 വരെ ഭവനത്തിലും പിന്നീട് ചുങ്കം പഴയ പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വാരപ്പെട്ടിയിൽ വായനാ മാസാചരണ സമാപനവും പ്രമുഖ വ്യക്തികൾക്ക് ആദരവും ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണവും നടത്തി. ലയൺസ് ക്ലബ്ബ് കഞ്ഞിക്കുഴി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും കുടുംബ സംഗമവും നടത്തി. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് തുടക്കമായി. ഭാരതസഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൺസാമയുടെ അനുഗ്രഹ സന്നിധിയായ ഭരണജ്ഞാനത്തെ കബറിടത്തിലേക്ക് വിശ്വാസികൾ പ്രവഹിക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.